സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ തന്നെ പുരുഷന്മാർക്കും ആനുകൂല്യം കിട്ടേണ്ടതല്ലേ? സ്ത്രീകൾക്കൊക്കെ അവർക്ക് സൗജന്യ യാത്ര നല്ലൊരു കാര്യം. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഈ വീഡിയോ സാധാരണ പെണ്ണുങ്ങൾ വോട്ട് മാത്രം മതിയോ? ഞങ്ങൾ വോട്ട് ഒന്നും വേണ്ട അവർക്ക്? ഞങ്ങൾ വോട്ട് വേണ്ടാണോ ജയിക്കുന്നതൊക്കെ? എന്തെല്ലാം ചങ്ങ അലമ്പുണ്ടാക്കി വെക്കുന്നത്? ഒരു 60-65 വയസ്സിന് മേലേക്കുള്ള സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ക്ഷീണമാണല്ലോ. സർക്കാർ പദ്ധതിയായ പ്രിയദർശിനിയിൽ പ്രതിഷേധം അറിയിച്ചും അല്ലാതെയും പുരുഷന്മാരും എത്തുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നറിയാം. പ്രിയദർശിനി പദ്ധതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ള വെച്ചാൽ ഇതിപ്പോൾ സ്ത്രീ സൗജന്യ യാത്രയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 60-65 വയസ്സിന് മേലേക്കുള്ള സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കാരണം ഇതിപ്പം ബാക്കി ബസ് ജീവനക്കാർക്കും അവരുടെ കുറേ തൊഴിലുമായിട്ട് ഇത് ബന്ധപ്പെട്ട് പോകുന്നുണ്ടല്ലോ, അവർക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുമാത്രം ജീവിതമാർഗമാക്കി ഓടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കും അതുപോലെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു തുല്യത വേണമെന്നേ പറയുന്നുള്ളൂ. നല്ലതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കുന്ന ആളല്ലല്ലോ, എപ്പോഴെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ ഒപ്പരുണ്ട്, പെണ്ണുങ്ങൾ പൈസ ഉണ്ട്, നമുക്ക് പൈസ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഗവൺമെൻറ്റിന് ക്ഷീണമാണല്ലോ KSRTCക്ക്. സ്ത്രീകൾക്കൊക്കെ നല്ല ഇതിൽ അവർക്ക് സൗജന്യ യാത്ര നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു, നല്ലൊരു കാര്യം. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഈ ഇപ്പൊ പൊതുവെ തിരക്കാണല്ലോ, അപ്പൊ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാം? അത്ര തിരക്കൊന്നുമില്ല, സാധാരണ ഉള്ള തിരക്കൊക്കെ ഉള്ളൂ. സാധാരണ ഒരു ബസ്സിൽ പോകും, അത്ര വലിയ തിരക്കൊന്നുമില്ല. അതായത് ഒരുപാട് KSRTC റൂട്ടിലുള്ള ബസ്സുകൾ ആ റൂട്ടിൽ തിരക്ക് കുറയും, അല്ലാത്ത സ്ഥലങ്ങളിൽ തിരക്ക് വളരെ കൂടുതലാണ്. അത് കൂടുതലാണെന്ന് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു സമയത്ത് പോവാം, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രൈവറ്റ് ഉണ്ട്, അതിൽ പോവാം. ചെറിയ സഹായം സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിന് രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ. ബസ്സിൽ യാത്ര ചെയ്യൽ വളരെ കുറവാണ്. എന്നാലും നല്ലൊരു പദ്ധതിയായിട്ട് തോന്നുന്നു. പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ തന്നെ പുരുഷന്മാർക്കും ആനുകൂല്യം കിട്ടേണ്ടതല്ലേ? പ്രായമായ ആൾക്കാരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അപ്പം അവർക്കും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ് പുരുഷൻ എന്ന നിലയിൽ? നിങ്ങൾ പുരുഷന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അല്ല. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ആനുകൂല്യം കൊടുക്കുകയായിരുന്നു നല്ലത്. വിദ്യാർത്ഥികൾക്ക് ഈ സ്ത്രീകൾക്ക് മൊത്തം കൊടുക്കാണ്ട് അതായത് ആണ് പെണ്ണെന്നില്ല വ്യത്യാസമില്ലാതെ ആൺകുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മുൻഗണന കൊടുത്തോണ്ടേ അവരെ ഫീസിലൊരു ചാർജിലൊരു ഇളവ് വരുത്തി കൊടുക്കാണ്ട് ഇത് പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരൊക്കെ ആവശ്യമില്ലാണ്ട് വിനിയോഗിക്കുന്നവരും ഉണ്ട്. ഈ തിരക്ക് കാരണം കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ സാധാരണ പെണ്ണുങ്ങൾ വോട്ട് മാത്രം മതിയോ? ഞങ്ങൾ വോട്ട് ഒന്നും വേണ്ട അവർക്ക്? ഞങ്ങൾ വോട്ട് വേണ്ടാണോ ജയിക്കുന്നതൊക്കെ? എന്തെല്ലാം ചങ്ങ അലമ്പുണ്ടാക്കി വെക്കുന്നത്? ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും പിന്നെ വലിയ പ്രായ ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്. വേണ്ടി സ്റ്റുഡൻറ്റിനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻറ്റ് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണല്ലോ, സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടി ചെയ്യണം. പൊതുവെ ആണുങ്ങൾ പലപ്പോഴും വണ്ടിയിലാണല്ലോ പോകുന്നത്, അപ്പം കുറച്ചുകൂടെ സ്ത്രീകൾക്ക് ഇത് വളരെ തോതിൽ ഉപകാരപ്പെടുന്നതാണ്. അവസാനത്തെ സ്റ്റുഡൻറ്റിന് വേണ്ടി ഞങ്ങളുടെ അഭിപ്രായം അതാ, സ്റ്റുഡൻറ്റിന് എന്താക്കി തീർക്കണത്. അതായത് ആണ് പെണ്ണെന്നില്ലാതെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എല്ലാം കൊടുക്കണം, വിദ്യാർത്ഥികൾക്ക് എല്ലാം കൊടുക്കണം. ആണുങ്ങൾ പ്രശ്നമില്ല, വിദ്യാർത്ഥികൾക്ക് എന്തായാലും കൊടുക്കണം, അതാണ് നമ്മുടെ അഭിപ്രായം. എനിക്ക് ഈ പ്രിയദർശിനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആക്ച്വലി ടിക്കറ്റ് ഇല്ലാതെയാണ് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. പുരുഷന്മാർ അതിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോകല്ലേ ശരിക്കും. ഇപ്പം എല്ലാവരും സ്ത്രീകൾ വന്ന് ഇതിൽ കയറി പുരുഷന്മാരെവിടെ ഇരിക്കും, അങ്ങനെയുള്ള പുരുഷന്മാർക്ക് റിസർവേഷൻ ചെയ്തിട്ടുള്ള പ്രത്യേക ഒരു സീറ്റുകളില്ല. അങ്ങനെ ആയിരിക്കരുതല്ലോ ശരിക്കും. നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ, ഇപ്പം സ്ത്രീകൾക്ക് മാത്രം ഒരു സംവരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും എല്ലാവർക്കും വേണം. അതായത് ഈ പദ്ധതിയിൽ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരണം, അത് ചിന്തിക്കണം. അത് ഇപ്പം ഞാൻ ഒരാൾ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇത് വെറും എന്താ പറയുക, പൊട്ടത്തരം എന്നുള്ളത് തന്നെ അത്രയും പറയാം. സത്യത്തിൽ ഓരോ സർക്കാർ വരുന്നു, ഓരോ പോളിസികൾ കൊണ്ടിടുന്നു. അത് ആ പോളിസികൾ നമുക്കിപ്പോൾ ശരിക്കും ഞാൻ ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർമെൻറ്റായി വന്നവനാണ്. ഞാനൊരുത്തം പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാനില്ല എന്നുള്ളത് പക്ക 100% ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങൾ വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? വൈഫിന് 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാനിവിടെ വേറൊരു കാര്യമായിട്ട് വന്നതാണ് കോഴിക്കോടേക്ക്. ഞങ്ങൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടു പോകുന്നത് വയനാട് പോലത്തെ ഡിസ്ട്രിക്റ്റുകാരാണ്. നമുക്ക് ബസ്സില്ല, അതിനെ ചോദ്യം ചെയ്യാൻ ആളില്ല. നമ്മളിവിടുന്ന് മണിക്കൂറുകളോളം, ഞാൻ രാത്രിയൊക്കെ ആലപ്പുഴയപ്പോൾ ജോലി ചെയ്യുന്നത്, രാത്രിയിൽ ഞാനൊരു
1 മണിക്കും 3 മണിക്കും ഇടയിലൊക്കെ വന്നിട്ട് ഞാനൊരു 3, 4, 5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ബസ് കിട്ടിപ്പോകേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് മാറ്റം പറ്റണം. അതായത് പ്രിയദർശിനി പദ്ധതിയിൽ ചേച്ചി ഹാപ്പിയാണോ? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്നു അത്ര. നിങ്ങൾ സ്ഥിരം പോകുന്നുണ്ടോ പുറത്തേക്കൊക്കെ? ഇതിൽ തന്നെയാണോ? സ്ഥിരമായിട്ടല്ല, എന്നാലും എപ്പോൾ പോകുന്നു അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്.